ഹലോ, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിന്ന് വരയ്ക്കാൻ പോണത് ആരാന്ന് മനസ്സിലായല്ലോ. നമ്മുടെ മാവേലിനെയാണ്. അപ്പോൾ നമ്മുടെ മഹാബലി തമ്പുരാനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതേ ഒരു ചെറിയൊരു പെൻസില്, അതേപോലെ ഒരു പേന, ഒരു റബ്ബർ, തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കാനുള്ള ഒരു റബ്ബർ. അപ്പോൾ ഞാൻ വലിയ തിയറി ക്ലാസ് ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയൊരു മെത്തേഡ്, ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു മെത്തേഡ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് വരച്ചിട്ട് നമ്മൾ കോമ്പറ്റീഷൻ ഒന്നും പോകാൻ ഉള്ള സെറ്റപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഓണായിട്ട് മാവേലിനെ വരയ്ക്കാൻ ഒരു സിമ്പിൾ സ്റ്റെപ്പ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ബോക്സ് വരയ്ക്കാം. ഇവിടെ ഒരു ബോക്സ് ഞാൻ വരയ്ക്കാം കേട്ടോ. ഒരു ബോക്സ് വെറുതെ സിമ്പിളായിട്ട്, സ്കെയിലൊന്നും വേണ്ട, നിങ്ങൾ വെറുതെ സിമ്പിളായിട്ട് വരച്ചാൽ മതി. ഒരു ബോക്സ് ഇവിടെ വരച്ചു. അതേപോലെ ഇങ്ങനെ ഒരു ലൈൻ കൂടെ കൊടുക്കാം. ഈ ലൈനോട് ഇടണമെന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ പേപ്പറിൻ്റെ ബോർഡറാണല്ലോ ഇത്. അപ്പോൾ ഇതേപോലെ ഒരു സിമ്പിളായിട്ടൊരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് നടുക്കുന്ന അതിനെ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കാം ഇതേപോലെ. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചല്ലോ, ഇതേപോലെ വരച്ചല്ലോ, കാണുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന പോലെ ഒരു പെൻസിൽ എടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണേ. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഇടാം. ഇവിടെ റൗണ്ട്, ഇത് മാവേലിയുടെ വയറ് വരുന്ന ഭാഗമാണ്. പിന്നെ കയ്യിലൊരു കൊടയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇത്രയും വലിയ റൗണ്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ റൗണ്ട് വരയ്ക്കാം. വരച്ചേ. ഇതാണ് മാവേലിയുടെ നമ്മുടെ ഒരു കൊട. പിന്നെ ഇവിടെ ഒരു റൗണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു. ഇവിടെ ഇത് തല വരുന്ന ഭാഗം ഉണ്ടാവും. തല, ഇത് കിരീടം, ഇവിടെ തല. ഓക്കെ, ഇനി ഇവിടെ ബോഡി വരുന്നൊരു ഭാഗം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കും. ഇത് കൈ വരുന്നൊരു ഭാഗമാണ്, കൈ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട്. ഇത് നമ്മുടെ കൈയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് അടലിച്ചിരി മാറിപ്പോയി. ഇവിടെയാണ് കൈ വരേണ്ടത് കേട്ടോ. തെറ്റി 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 ഇവിടെ ഒരു റൗണ്ട്, ആ റൗണ്ടും ഈ റൗണ്ടും കൂടി ഇങ്ങനെ. ഇത് കൈ വരുന്ന ഭാഗം കേട്ടോ, കൈ വരുന്ന ഭാഗം. പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷോള് ഇതിങ്ങനെ വരയ്ക്കും. ഒരു ഷോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇനി ഇവിടെ നമുക്ക് കാല് വരുന്ന ഭാഗോട്ടത് വരച്ചാ, ഇത്രയും വരച്ചാ. എന്നിട്ട് ഇവിടെ മാവേലിയുടെ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ വരുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ വെറുതെ സിമ്പിളായിട്ട് വരച്ചാൽ മതി. അവസാനം നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഒരു വെറുതെ ഒരു റൗണ്ട് വരച്ചേ ഇവിടെ ആയിട്ട്. അതിൽ ഇത് കൈ വരുന്ന ഭാഗം കേട്ടോ. ഇതിങ്ങനെ വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ ഒരു വട്ടം വരച്ചിടാം. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ ഒരു റഫ് സ്കെച്ച് വരച്ചിടാം. അപ്പം എല്ലാവരും ഇതേപോലെ ഒരു സിമ്പിളായിട്ട് റഫ് സ്കെച്ച് വരച്ചേ. ഈ തലയുടെ ഇവിടെ ഒരു ചെവി വരുന്നുണ്ട്, ചെവിയുടെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് പറയണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കൊട വരുന്നുണ്ട്, കൊടയുടെ പിടി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും സിമ്പിളായിട്ട് ഒരു റഫ് സ്കെച്ച് നിങ്ങൾ വരയ്ക്കുക ആദ്യം. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. നമുക്ക് വേറൊരു പെൻസിൽ എടുക്കാം, അല്ലെങ്കിൽ ആ പെൻസിൽ കൊണ്ട് തന്നെ കുറച്ചും കൂടി കട്ടിക്ക് വരച്ചിട്ട് നമുക്ക് മുഖവും കൈയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. അപ്പം നിങ്ങൾക്ക് ആദ്യം ഞാൻ ഇവിടെ തുടങ്ങാൻ പോണത് തലേന്നല്ല കേട്ടോ. ഞാൻ ആദ്യം വരയ്ക്കാൻ പോണത് വയറാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വയറ്, ഈ പെൻസിൽ തെളിയുന്നില്ല. ഓക്കെ, വയറിങ്ങനെ ക്ലിയർ ആക്കി എടുക്കാം. പെൻസിൽ തെളിയുന്നില്ല, മറ്റേ പെൻസിൽ തന്നെ എടുക്കാം. അത് തെളിയുന്നുണ്ട്. ഇങ്ങനെ നമ്മളിത് വയർ ഇങ്ങനെ വരക്കുവാണ്. നിങ്ങൾ ഇതുപോലെ ഈ വയറൊന്ന് വരച്ചാ ഇനി അടിയിലൊരു ഡ്രസ്സിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. വരച്ചു കൊടുത്താ അതിൻ്റെ അടിയിലൊരു ഡ്രസ്സിൻ്റെ ഈ ഭാഗം ഒന്ന് വരച്ചേ. സിമ്പിളാ, തെറ്റാണെങ്കിൽ തെറ്റട്ടെ, മായ്ച്ച് വരച്ചോ.
വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് വരച്ചാൽ മതി. ഡ്രസ്സിൻ്റെ ഈ ഭാഗം വരച്ചാൽ ഇത് ഡ്രസ്സിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇപ്പം നമ്മളിത് പാൻറ്റാണ് വരക്കുന്നത് കേട്ടത്. പാൻറ്റല്ല, ഇതിലെന്താ പറയുന്നത് എനിക്കറിയില്ല. ഈ താഴ്ഭാഗത്തേക്കുള്ള ഡ്രസ്സ് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കും. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സ് ഇവിടെ ഈ ഭാഗം ഇങ്ങനെ നടക്കുന്നുണ്ട്. കണ്ടോ, ഇത് നമുക്കൊരു റഫായിട്ട് വരക്കാം. നിങ്ങൾ വരച്ചോ, റഫായിട്ട് വരച്ചോ. ഇത് വരക്കാൻ അറിയാവുന്നവരാരും ഈ വീഡിയോ കാണരുത്, എന്നെ കളിയാക്കുകയും ചെയ്യരുത്. ഇത് വരക്കാൻ അറിയാൻ പാടാത്തവരെ ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ വരക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഭാഗം നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഷോള് നമുക്കിങ്ങനെ വരച്ചിടാം. ഷോള് വരയ്ക്കാൻ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. കണ്ട, ഇവിടെ നിന്ന് ഒരു മടക്ക് ഇങ്ങനെ കൊടുക്കുക. സിമ്പിളായിട്ട് ഷോൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഈ റെഫറൻസ് ഇമേജ് എനിക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്രയും വരച്ചു. ഇനി നമുക്ക് ആ ഷൂവും കൂടി ഒന്ന് തെളിച്ച് വരച്ചാലോ. ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് മായ്ച്ചു കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒന്ന് മായ്ച്ചു കൊടുക്കാം. അപ്പോൾ ഷോളും ഈ ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ഡ്രസ്സും വരച്ചതിന് ശേഷം ഷൂ വരക്കുന്ന എങ്ങനെ നോക്കിക്കോട്ടെ. ഇവിടെ ഇങ്ങനെ റൗണ്ട് ഇടാം, കിട്ടാം. ഇവിടെ ഇങ്ങനെ റൗണ്ട് ഇടാം, കിട്ടല്ലോ. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു ഈ ഷൂവിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് അത് തന്നെ കുറച്ച് ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ഒരു വര ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് അതിങ്ങനെ കൊണ്ടുവന്ന് ഈ റൗണ്ടിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ഇവിടെ താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നിർത്താം. ഓക്കെ, കിട്ടിയോ? കാല് കുറച്ച് കാണുന്നുണ്ട്, അപ്പോൾ കാലും കുറച്ച് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ സ്കിൻ കളർ അടിച്ചു കൊടുക്കാം. അപ്പം ഈ കാല് കുറച്ച് നേരെ നിൽക്കണം. അപ്പോൾ ഈ കാല് എന്ത് ചെയ്യണം? ഈ കാലിൻ്റെ ഇങ്ങോട്ടാണ് നമ്മൾ നോക്കുന്ന ആ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അധികം മറ്റേത് വരച്ച പോലെ തന്നെ വരയ്ക്കരുത്. അപ്പോൾ കാലിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. ഇനി ഇത് കളർ കൊടുത്ത് കഴിയുമ്പോഴാണ് റെഡി ആവുക കേട്ടോ. ഇത് സ്കിന്നാണ് വരുന്നത്. ഇനി കളർ കൊടുത്ത് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും. അത് മറ്റും നമ്മളിനി നോക്കണ്ട. ഇനി അത് നമുക്ക് കളർ ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. ഇപ്പോൾ ഒരു സംഭവം മിസ്സിംഗ് ഇല്ലേ, ഈ ഷോൾ ഇപ്പുറത്തും വരാനുണ്ട്. അപ്പോൾ ഈ ഷോളും വരച്ചു കൊടുക്കാം. ഇതേപോലെ ഈ ഷോള് നമുക്കിവിടെ വരയ്ക്കാട്ടതേ. ഇത്ര മതി. സിമ്പിൾ. ഇനി വയറിൻ്റെ ഒരു ഭാഗം നമ്മൾ വിട്ടുപോയി, ആ ഭാഗം കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി എന്താ വേണ്ടേ എന്ന് പറഞ്ഞേ. ഇനി നമുക്ക് എന്താ പറയുക, ഈ കൈ ഒന്ന് വരച്ചാലോ. ഈ ഷോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് വരയ്ക്കാനുണ്ട്, അതൊക്കെ വരച്ചിട്ട് ഈ കൈ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഈ കൈ വരയ്ക്കാനായിട്ട് ആദ്യം ഇവിടെ ഒരു റൗണ്ട് ഇങ്ങനെ ഇടാം. കേട്ടോ. അത് ബാക്കി ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ, എന്നാലും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇറേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങളൊരു റൗണ്ട് ഇടാം. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഇടാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് കൈ ഈ ഒരു ഷേപ്പിൽ കൈ ഇങ്ങനെ വരച്ചു കൊടുക്കാം. കയ്യിൽ ഈ ഭാഗത്ത് ഇങ്ങനൊരു സംഗതി ഉണ്ട്, അതും വരച്ചു കൊടുക്കാം. പിന്നെ അവിടെ വെച്ച് നിൽക്കട്ടെ. ഇനി നമുക്ക് കൈ വരയ്ക്കാം. ഈ റൗണ്ടിൻ്റെ ഇതേപോലെ ഉണ്ട് കൈയുടെ ഷേപ്പ്. ഒരു സൈഡ് റൗണ്ടും ഒരു സൈഡ് ഇങ്ങനെ. അപ്പോൾ ഈ റൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇത് കറക്റ്റ് ഓവൽ ഷേപ്പ് അല്ല, എന്നാലും ഈ ഒരു ഷേപ്പിൽ വരയ്ക്കാം. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇപ്പുറത്തെ കൈയും കൂടി അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു റൗണ്ട് ഫുള്ളായിട്ട് വരയ്ക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കാം. ഷേപ്പ് കറക്റ്റ് കിട്ടാനായിട്ട് ഞാൻ പറയണേ. എന്നിട്ട് ഇതിങ്ങനെ വരച്ചു കൊടുക്കാം. കയ്യിലൊരു വള പോലെ ഒരു വലിയൊരു കിടപ്പുണ്ട്, അതിങ്ങനെ വരയ്ക്കാം. പിന്നെ ഈ കൈ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കണ കൈ, അത് വരയ്ക്കാനൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, അത് നോക്കിക്കോട്ടെ. ഇത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. അത് വരയ്ക്കാൻ ആദ്യം നമ്മളിവിടെ ഒരു റൗണ്ട് വരയ്ക്കാം. പിന്നെ ഇവിടെ ഒരു റൗണ്ട് വരയ്ക്കാം. പിന്നെ ഇങ്ങനെ നീട്ടി വരയ്ക്കാം. കൈ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ. പിന്നെ ഇത് നമുക്ക് ഇവിടെ ഈ റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ തള്ള വരല്. അത്ര മതി. വലിയ സെറ്റപ്പായിട്ടൊന്നും വരയ്ക്കണ്ട, എത്ര മതി. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലുള്ള റൗണ്ട് നമ്മൾ വരച്ചേക്കൊണ്ട് മായ്ച്ചു കളയാം.
മായ്ച്ചു കളഞ്ഞല്ലേ, അത് പോയി. അതേപോലെ ഈ കൈയുടെ ഉള്ളിലുള്ള റൗണ്ടും നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടിരുന്ന ലൈൻസൊക്കെ നമുക്ക് ഇറേസ് കൊടുക്കാം. ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി കൈ വരയ്ക്കണം. കൈ വരയ്ക്കുമ്പോൾ നോക്കിക്കോ, കൈ വരയ്ക്കുമ്പോൾ റൗണ്ട് ഇടണ്ട, ഇതേപോലൊരു ബോക്സ് ഇടാം അല്ലേ, ഇതേപോലൊരു ബോക്സ്. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ കുറേ റൗണ്ട്, അതായത് ഇതിൻ്റെ ഷേപ്പ്, കൈയുടെ ഷേപ്പ് വന്നത് വേറെ രീതിയിൽ. അപ്പോൾ ഈ കൊടയുടെ പൊസിഷൻ തെറ്റിപ്പോയിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ പയ്യെ മായ്ച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പിക്കിൽ കൊടയുടെ ഷേപ്പ് മാഞ്ഞു തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കൊടുക്കാം. ഞാൻ ഇത് വെച്ചിട്ടൊന്ന് മായ്ച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് കൈ ഒന്ന് ക്ലിയർ ചെയ്ത് വരയ്ക്കാം. കൈ ഇവിടെ നിന്ന് ഇതിങ്ങനെ, ഞാൻ ആ ബോക്സ് ഷേപ്പ് വരച്ചില്ലേ, അത് നമുക്ക് ഇത് കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോക്സ് ഷേപ്പ് ഇവിടെ വരച്ചത്. അപ്പോൾ ഈ ബോക്സ് ഷേപ്പിൽ കൂടെ വന്നിട്ട് നമ്മുടെ ഈ കൈയുടെ ഈ ലൈനിലേക്ക് ഇതുകൊണ്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇത് വരച്ചു കൊടുക്കാം, ഒരു കുട വരച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ കുട ഷേപ്പ് നേരത്തെ ഞാൻ ഇച്ചിരി മേളിലേക്കാണ് വരച്ചിരുന്നത്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഈ ലൈനുകളൊക്കെ വരയ്ക്കുമ്പോൾ മാക്സിമം ബലം കൊടുക്കാതെ വരയ്ക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ണിന് കാണാൻ പാകത്തിന് മാത്രം ഒന്ന് തെളിഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് മായ്ക്കുന്ന സമയത്ത് ഇറേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കൈ വരച്ചല്ലോ, ഈ കൈയുടെ ഉള്ളിൽ കൂടെ അല്ലേ ഈ കുട പോകേണ്ടത്. അപ്പോൾ ഈ കുട നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരയ്ക്കാം. ഇതേപോലെ കുട ഇങ്ങനെ ഉള്ളിലേക്ക് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ. കുട നമ്മൾ ഉള്ളിൽ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കണ്ടേ. അപ്പോൾ അതിനാദ്യം ഇവിടെ ചെറുവിരലിൽ തുടങ്ങാം, ഇവിടെ നിന്ന് തുടങ്ങാം. എന്നിട്ട് ഇവിടുന്ന് മുകളിൽ കൂടെ എത്ര വിരലുണ്ട്? 4 എണ്ണം. അപ്പോൾ ഇങ്ങനെ 4 വിരൽ, ഒരെണ്ണം മറ്റേ വിരലിൻ്റെ ഉള്ളിൽ ഇവിടെ അപ്പുറത്തല്ല വരണം. അത് നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല, നമുക്ക് കാണാൻ പറ്റൂല. എന്നിട്ട് ഇനി നമുക്ക് ഇപ്പം നമുക്ക് ഇത്ര ആയിട്ടുണ്ടല്ലേ, ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടി വരയ്ക്കാണ്ട്. ഇത് വയറ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരുന്നൊരു ബോഡിയുടെ ഒരു പാർട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ വരയ്ക്കാണ്ട്. അതായത് ഈ വയറ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ട് നേരെ തലയല്ലല്ലോ വരുന്നത്, കുറച്ച് ബോഡിയുടെ ചെസ്റ്റിൻ്റെ ഭാഗം അതിങ്ങനെ വരാണ്ട്. അപ്പോൾ അതിങ്ങനെ വരച്ചു കൊടുത്തേ. ഈ വര ഈ ലൈൻ വരച്ചാൽ ഷോള് ഇവിടെ നിന്നുള്ള ഈ ഷോള് കംപ്ലീറ്റ് ചെയ്ത് കൈയുടെ അപ്പുറത്ത് കൈയും കുടയും വരച്ചതിന് ശേഷം നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇതാണ് മാവേലിയുടെ തോള് ഭാഗം വന്നത്. അപ്പോൾ ഈ ഷോള് തോളിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ താഴത്തേക്ക് കിടക്കുമല്ലേ, അപ്പോൾ അത് അങ്ങനെ കിടക്കുന്നത് പോലെ ഫീൽ കിട്ടാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഇത്രയും ഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ വരയ്ക്കുക. ഇത്രയും ഭാഗമായില്ലേ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഈ ബോഡി വരച്ചല്ലോ, ഈ ബോഡിയുടെ ഈ ഭാഗം ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏകദേശം ഈ തോള് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിൽ നിന്ന് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ അത് അങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ തോളിൻ്റെ അവിടെ ഒരു ഷോളും ഇത് വരയ്ക്കേണ്ടത്, അവിടെ നിൽക്കട്ടെ നമുക്ക് വരയ്ക്കാം. അതിന് മുമ്പ് നമുക്ക് തലയുടെ താടി മുതൽ വലിയ താടി മുതൽ ഇങ്ങനെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കാം. പിന്നെ മൊത്തം റൗണ്ടാക്കി വരച്ചോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ വരച്ചിട്ട് റൗണ്ട് കിടന്നോട്ടെ. നമുക്ക് ഇനി മുകളിൽ നമ്മൾ ആദ്യം വരച്ച ആ റൗണ്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം, കുറച്ചും കൂടി എളുപ്പം കിട്ടാൻ വേണ്ടി. കയ്യിലുള്ള ചെളിയൊക്കെ അതിനകത്തോട്ട് വീഴും, അതുകൊണ്ട് ബ്രഷ് യൂസ് ചെയ്ത് തുടക്കാം. അപ്പം ഇങ്ങനെ വന്നിട്ട് പിന്നെ മുഖം, താടി ഭാഗം കഴിഞ്ഞ് ഇനി മുഖം ഭാഗം വരയ്ക്കാം. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താ സംഭവം. ഇത് ഇവിടെ ഒരു ചെവി വരച്ചെടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഷേപ്പ് മനസ്സിലാവും. പിന്നെ ഈ ചെവിയുടെ ഇവിടെ നിന്നൊരു മുടി ഈ കുടയുടെ വടിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. കുടയുടെ പിടി ഉണ്ടല്ലോ, ഈ പിടി ഭാഗത്തിൻ്റെ അടിയിൽ കൂടെ വരയ്ക്കണം. പിന്നെ ഒരു മുടിയൊക്കെ ഇതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അതെ, ഇത്രയും ഭാഗം നമ്മൾ ബ്ലാക്ക് അടിക്കാനുള്ളതാണ്. ഇത് ചെവിയാണ്, ചെവിയുടെ ബ്ലാക്ക് അല്ല. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടം വരെ എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരക്കേണ്ട തലയിലെ കിരീടം. അപ്പോൾ ഇത്രയും ഭാഗത്തൊരു കിരീടം നമുക്ക് വരയ്ക്കാനുണ്ട് അല്ലേ. അപ്പോൾ കിരീടം ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഈ കിരീടത്തിൻ്റെ ഈ 2 ഗ്യാപ്പിൽ നിന്ന് നമുക്കിത് ഒരു മുടി വരയ്ക്കാനുള്ള സ്പേസ് ഇങ്ങനെ വിടാം. മുടി വരയ്ക്കാനുള്ള സ്പേസ് നമ്മളവിടെ വിട്ടു.
ഈ കിരീടത്തിൻ്റെ ഒരു ഡിസൈൻ ഇതേ ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. കിരീടത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കിടപ്പുണ്ട്. അതുകൂടാണ്ട് ഇപ്പുറത്ത് വലിയ 2 ഡിസൈനുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് 2 കിരീടമാക്കി ഇങ്ങനെ മാറ്റി വരച്ചു കൊടുക്കും. പിന്നെ ഇവിടെ ഇത് കുറച്ച് ചെറുതായി പോയല്ലേ, കുറച്ച് വലുതാക്കാം. കുറച്ച് വലുതാക്കാണ് നല്ലത്, നല്ല ഭംഗിയുള്ളൂ. യെസ്, വലുതായി. ഇനി കിരീടത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം നമുക്ക് വരച്ചു കൊടുക്കാം. കിരീടത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം ഇവിടം വരെ വന്ന് മുട്ടണം അല്ലേ, ഇവിടം വരെ വന്ന് മുട്ടാൻ കേട്ടോ. ഓക്കെ, നിങ്ങളിത് കറക്റ്റ് ഷേപ്പ് റൂളർ എടുത്ത് നാളൊന്നും വരയ്ക്കണ്ട, ജസ്റ്റ് വരച്ചാൽ മതി. മാവേലിയുടെ ഡ്രോയിങ് നമുക്കിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് സിമ്പിളായിട്ട് പിള്ളേർക്ക് വരയ്ക്കാവുന്ന ഒരു ഡ്രോയിങ് ആണ്. അല്ലാതെ നമ്മൾ ഭയങ്കര തിയററ്റിക്കലായിട്ടൊന്നും പറയുന്നില്ല. ഈ റബ്ബർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ കൊടയും കൂടി വരച്ച് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് നമുക്കിത് ഇവിടെ ഒരു മുടി ഇങ്ങനെ വരയ്ക്കാൻ കേട്ടോ. ആ മുടിയുടെ ഇവിടുന്ന് ഷോൾ ഇങ്ങനെ വരണം. ഷോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇവിടെ ഷോൾ ഒരെണ്ണം ബാക്കി വരയ്ക്കാണ്ടെന്ന്. മുടി ഇവിടുന്ന് ഇത് ഇങ്ങനെ വരണം. ഇവിടെ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഇപ്പം ഏകദേശം അടിഭാഗം മുഴുവനും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലേ, അടിഭാഗം മുഴുവനും നമ്മൾ ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി കോട, ഈ കോട വരയ്ക്കുമ്പോൾ ഈ തല കംപ്ലീറ്റ് വരച്ചതിന് ശേഷം കിരീടം എല്ലാം വരച്ചതിന് ശേഷം നമുക്ക് കുട വരയ്ക്കാം. ഇവിടെ ഒരു ചെറിയ അപാകത പോലെ തോന്നുന്നുണ്ടല്ലോ, കിരീടം കുറച്ച് വലുതാക്കാൻ. ഇപ്പം ശരി. ഇനി ഈ കുട വരയ്ക്കുമ്പോൾ ഇങ്ങനൊരു കുടയല്ല തന്നെ. അപ്പം നമുക്കിത് ഇവിടെ തുടങ്ങാം. ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് കുടയുടെ ഷേപ്പ് കറക്റ്റാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് മായ്ച്ചൊക്കെ വരയ്ക്കേണ്ടി വരും കേട്ടോ. കുടയുടെ പിടി ഇവിടെ വന്നല്ലേ നിൽക്കണേ. ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇത് മാറ്റി കൊടുത്താൽ മതി. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കുടയുടെ ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഓക്കെ അല്ലേ, ഏകദേശം ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് മതിയെന്നേ. പിന്നെ നമുക്കിത് പുരികം വരച്ചു കൊടുക്കാം. അപ്പോൾ പുരികം വരയ്ക്കാൻ എളുപ്പ വഴി എന്ന് പറയുന്നത്, പുരികത്തിന് മുമ്പേ നമുക്ക് മൂക്കിന്ന് തുടങ്ങാം അല്ലേ. ഇതിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗമായിട്ട് ഇതിവിടെ നമുക്ക് ഈ പൊട്ടിൽ പിടിക്കാം. നടുക്കത്തെ ഈ പൊട്ട് എന്നാൽ പൊസിഷൻ കറക്റ്റ് ആവും. നടുക്ക് ഒരു പൊട്ടുണ്ടല്ലോ, ആ പൊട്ടിൽ പിടിക്കാം. ഈ ഒരു ഡിസൈനിൻ്റെ നേരെ താഴെയായിട്ട് കുറച്ച് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു റൗണ്ട് ഇടാം. അപ്പോൾ ഒരു പൊട്ട് വരയ്ക്കാം. പൊട്ടിനോട് ചേർന്ന് മുകളിലേക്ക് നീങ്ങി വേറെ 2 റൗണ്ട് വരയ്ക്കാം. ഈ റൗണ്ടിൽ നിന്നും ഒരു പുരികം ഇങ്ങനെ ഇരിക്കട്ടെ. ഈ റൗണ്ടിൽ നിന്ന് ഒരു പുരികം ഇങ്ങനെ ഇരിക്കട്ടെ. സെറ്റല്ലേ? മറ്റേ ആ നടുക്കത്തെ റൗണ്ട് അങ്ങോട്ട് മായ്ച്ചു കളയാം. സെറ്റല്ലേ? ഓക്കെ. അവിടുന്ന് തൊട്ട് താഴേക്കൊരു വര ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇത് ഈ
മൂക്ക് നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇതിങ്ങനെ കൊണ്ട് നിർത്താം. നിങ്ങൾ വരച്ചാ? നിങ്ങൾ വേഗം വരയ്ക്കി. അപ്പോൾ ഇത്രയും നമ്മളിവിടെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ മൂക്കിൻ്റെ അവിടെ നിന്ന് ഒരു കണ്ണ് നമ്മളിങ്ങനെ വരയ്ക്കണം അല്ലേ? ആ കണ്ണ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിന് മൂക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു കണ്ണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിക്കോട്ടെ. ഇപ്പുറത്തുനിന്നൊരു കണ്ണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആയിക്കോട്ടെ. ഈ കണ്ണ് ഇങ്ങനെ 2-3 ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്ക് കേട്ടോ. ഈ ലൈനൊക്കെ ഇങ്ങനെ വളഞ്ഞു പോണത് നമ്മുടെ ആ മുഖത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കണ്ണിൻ്റെ കൃഷ്ണമണി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം കേട്ടോ, ഷേപ്പ് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ഇപ്പോൾ കണ്ണുമ്പോൾ അത്ര റഫായിട്ട് വരച്ച് ശ്രദ്ധിക്കാൻ, ബാക്കി നമുക്ക് കളർ ചെയ്യണ സമയത്ത് ക്ലിയർ ചെയ്യാം. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളത് എന്താ? മീശ. ഈ മീശയിലാണ്, മീശയും വരച്ച് കഴിയുമ്പോൾ തന്നെ ചുണ്ട് നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാനും പറ്റും. മീശ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, മീശ ഇവിടുന്ന് പുറത്തേക്കായിരിക്കണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വന്ന് ഇവിടം വരെ വന്ന് ഇങ്ങനെ നിൽക്കുക. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അതൊരു ലൈനിങ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ലൈൻ ഇട്ടു കിട്ടാ. ഇതിൻ്റെ ഈ സൈഡ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിർത്താം. ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്താം. നിർത്തിയാൽ എന്നിട്ട് ഞാൻ മൂക്കിൻ്റെ ഇത് ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചോട്ടാ. മൂക്കിൻ്റെ ഈ കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ നിർത്താം. ഇങ്ങനെ ചുരുട്ടി എടുത്തിക്കും. അതേപോലെ ഇവിടെ നിന്നും മീശ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇവിടെ ചുരുട്ടി ഇങ്ങനെ നിർത്താം. അങ്ങനെ കൊമ്പൻ മീശയാണല്ലോ, അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞത് ചുണ്ട് വരയ്ക്കാൻ നേരം നോക്കിക്കോട്ടെ. ഈ മൂക്കിൻ്റെയും ഈ കണ്ണിൻ്റെ നേരെ താഴെയല്ലേ ലൈൻ വന്നത്, ഈ മൂക്കിൻ്റെ തുമ്പിൻ്റെയും ഈ കണ്ണിൻ്റെ ഈ സൈഡ്. അപ്പോൾ ഈ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇച്ചിരി ചെരിച്ച് താഴത്തേക്ക് കൊടുക്കുക. വരച്ചാ ഒരു ലൈൻ ഇവിടെ നിന്ന് ഇതേ ഇങ്ങനെ ഇട്ട് ഇട്ടാ, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇത് ഇപ്പുറത്തൊരു ലൈൻ നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗം, കണ്ണിൻ്റെ ഈ കറക്റ്റ് ഈ ഭാഗത്തിന് നേരെ താഴെ മൂക്കിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് നീങ്ങി ഇവിടെ ഒരു ലൈൻ ഇടാം കേട്ടാ. എന്നിട്ട് ഈ വര ഞാൻ ഇപ്പോൾ ഇങ്ങനെ വര വരച്ചിട്ട് നമ്മളതല്ലേ, ഈ വരയും ഈ ലൈനും കൂടി ഒരു ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇടണം. ഇങ്ങനെ ഒന്ന് ഒഴുകി വരണം കേട്ടോ. ഇത് കറക്റ്റ് നേരെ വരയ്ക്കരുത്, ഇങ്ങനെ ഒന്ന് വളച്ചു കൊണ്ടുവരണം. ആ വളവ് നേരെ ഇവിടെ വന്നിട്ട് ചുണ്ടായിട്ട് ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് താഴത്തേക്ക് ഇങ്ങനെ പോകാം. പറഞ്ഞാൽ മനസ്സിലായോ? ഈ വളവ് ഇങ്ങനെ വന്നിട്ട് ചുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വരണം. അത് ഇവിടെ നിന്ന് ഒരു ഇതിങ്ങനെ വരച്ചു കൊടുക്കുക, ഒരു താടി. ഇത്രയും സംഭവം നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി പല്ലിൻ്റെ ഒരു വര ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര സംഭവം നമുക്ക് സെറ്റായില്ലേ? ഇനി നമുക്ക് കളർ ചെയ്ത് നോക്കാം. ഇതെങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ കളർ ചെയ്യുന്നുണ്ട്, അത് കുറച്ച് സ്പീഡിൽ കാണിക്കാം. കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് കളർ ചെയ്യുക, നിങ്ങൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് വരയ്ക്കുക. ഞാൻ ഒരു മെത്തേഡ് മാത്രമാണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചതൊന്നുമല്ല. ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് വെറുതെ കളർ അടിച്ച് കാണിച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഭംഗിക്കും അതിൻ്റെ ഫീലിലും ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ.